നമസ്കാരം, ഗുഡ് ഈവനിങ്. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ഞാനേ ഈ ഒരു വീഡിയോ വിഷമകരമായിട്ടുള്ളതല്ല, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണോ എന്നൊരു 2-3 പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം ചെയ്യട്ടെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം, ഞാൻ ഈ അഭിരാമി സുരേഷിനെയും അമൃത സുരേഷിനെയും ഇവർ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസ് ചെയ്തിരുന്നു. എനിക്കൊന്ന് 2 വീഡിയോസാണ് റീസെൻ്റ്ലി ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ 2 വീഡിയോസിൽ ഫസ്റ്റ് വീഡിയോ അഭിരാമി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു. സെക്കൻഡ് വീഡിയോ അഭിരാമിയും അമൃതയും 2 പേരും അവരുടെ ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറി ആക്കിയിരുന്നു. ഒരുവിധം എല്ലാവരും കണ്ടു വിചാരിക്കുന്നു ആ വീഡിയോ. ഞാനതിൽ അവർ 2 പേരാണ് സപ്പോർട്ട് ചെയ്തത്. എനിക്ക് എന്തുകൊണ്ടോ അവർക്കെതിരെ വരുന്ന സൈബർ ബുള്ളിങ് കിട്ടുന്നത് അത്ര ന്യായീകരിക്കുന്നതായി തോന്നിയില്ല. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, അപ്പോൾ റീസെൻ്റായിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാല വന്ന് സംസാരിച്ചതായിരുന്നു. ഞാൻ വീണ്ടും ആ വിഷയത്തിൽ കിടക്കുന്നില്ല. അവർ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് എൻ്റെ ഈ ചാനലിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. ബിഗ് താങ്ക്സ് ഉണ്ട്. ഈ ഒരു വീഡിയോ അഭിരാമി ആൻഡ് അമൃത, ദയവേത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം എന്ന് എനിക്ക് ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും അമൃത അല്ലെങ്കിൽ അഭിരാമിയായിട്ട് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് അവരുടെ കയ്യിൽ ഈ വീഡിയോ ഒന്ന് എത്തിക്കുക. ഇതെന്താ റീസൺ എന്നറിയോ? ഞാൻ സത്യം പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇവരുടെ ഈ കേസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ആ സംഭവം, ഈ കേസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഒരു ജസ്റ്റ് സ്റ്റാർ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടൊരു തന്തപ്പടി ഒരു കിളവൻ, ഞാൻ അങ്ങനെ തന്നെ പറയും, അയാൾ വളരെ മോശമാക്കിയിട്ട് അഭിരാമിനെയും അമൃതേനെയും വളരെ മോശമാക്കിയിട്ടും ബാലേനെ സപ്പോർട്ട് ചെയ്തിട്ട് രീതിയിൽ വീഡിയോസ് ചെയ്തിരുന്നു. അതിനെതിരെ അഭിരാമി വളരെ ശക്തമായിട്ട് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു എന്നിരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ഒരു 2 ദിവസമായിട്ട് എനിക്ക് എൻ്റെ 2 ദിവസം മുന്നേ നടന്നതാണ്, എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ അൺനോൺ നമ്പേഴ്സിൽ നിന്ന് ഈ ലിങ്കുകൾ അയച്ചു തരും. അതുപോലെ എൻ്റെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഫേസ്ബുക്കിൻ്റെ കുറച്ച് ലിങ്കുകൾ എനിക്ക് പോസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് വെച്ചാൽ ഈ ലിങ്കൊന്നും ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക്കലി ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ ഇതൊക്കെ ഈ പരിചയമില്ലാത്ത അക്കൗണ്ട്സ് ആയതുകൊണ്ട്, പബ്ലിക് അക്കൗണ്ട് ആയതുകൊണ്ടും പരിചയമില്ലാത്ത അക്കൗണ്ട്സ് ആയതുകൊണ്ടും ഈ ലിങ്കൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇന്നാണ് ഞാൻ ഫ്രീ ടൈമിൽ ഇരിക്കുന്ന സമയത്ത്, ഈവനിങ് ഒക്കെ ആയപ്പോൾ, ഉച്ചയ്ക്ക് ശേഷം ഈവനിങ് ആയ സമയത്ത് ഞാൻ ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ B4 Blaze വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൻ്റെ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സത്യം പറയാലോ, ഞെട്ടിപ്പോയി. ഏകദേശം 1,30,000 ആൾക്കാർ കണ്ട വീഡിയോ ആണ്. അത്യാവശ്യം നല്ലോണം കമൻസും ഉണ്ട്. പിന്നെ അതിന് ശേഷം നോക്കുന്ന സമയത്ത് ഇതെന്താണ് ഈ വീഡിയോ ഞാൻ പറഞ്ഞാൽ, ഈ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാം. ആ വീഡിയോ ഒന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സൈബർ ആക്രമണങ്ങൾക്ക് മറുപടിയുമായി സഹോദരിയും ഗായികയുമായ അഭിരാമി സുരേഷ്. വിവാഹമോചനത്തെക്കുറിച്ച് ബാല നടത്തിയ പ്രതികരണത്തിൽ അമൃത സുരേഷിനെ അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ പങ്കുവച്ച യൂട്യൂബർക്കെതിരെയാണ് അഭിരാമി രംഗത്തെത്തിയത്. യൂട്യൂബറുടെ ചിത്രമടക്കം പങ്കുവച്ചുകൊണ്ടായിരുന്നു അഭിരാമിയുടെ പ്രതികരണം. അമൃതയെ മോശമായി ചിത്രീകരിക്കുന്ന വീഡിയോകൾ നിരന്തരം ചെയ്യുന്ന ആളാണ് ഈ യൂട്യൂബർ. ഈ ചേട്ടൻ പറയുന്നത് കേട്ടാൽ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നത് പോലെയാണല്ലോ എന്നാണ് അഭിരാമി ചോദിക്കുന്നത്. ജസ്റ്റാർ വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ് അഭിരാമി സുരേഷ് തുറന്നെഴുതിയിരിക്കുന്നത്. അഭിരാമി സുരേഷിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ഇത്തരം നിലവാരമുള്ള നെഗറ്റീവ് ആൾക്കാർ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ആ നിലവാരം കുറഞ്ഞിട്ടുള്ള ജസ്റ്റ് സ്റ്റാർ വ്ളോഗ് എന്ന് പറഞ്ഞ യൂട്യൂബർ ഞാനല്ല. ജഗതി പറഞ്ഞാൽ എൻ്റെ ഗർഭം ഇങ്ങനല്ല. സീരിയസ് ആയിട്ട് പറയുക, ഞാൻ ജസ്റ്റ് സ്റ്റാർ വ്ളോഗ് അല്ല. B4 Blaze എന്ന വീഡിയോസ് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. എനിക്ക് നിങ്ങളെ ലൈനിൽ കിട്ടിയിട്ടില്ല. ഞാൻ നാളെ വീണ്ടും നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അവർ വ്യക്തത, അതെ ഞാൻ പറയാതെ. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഒരു വ്യക്തതയില്ലാണ്ട് ഈ ഏത് മണ്ടനായിരുന്നു എഡിറ്റ് ചെയ്തിരിക്കുന്നത്? ജസ്റ്റ് സ്റ്റാർ വ്ളോഗ് അല്ല, ഇത് വേറെയാണ്. ഇതിൽ അഭിരാമി എഴുതിയിരിക്കുന്നതും വേറെയാണ്. നിലവാരത്തിലേക്ക് താണു പോകേണ്ടി വരുന്നതിൽ നാണക്കേടുണ്ടെന്ന് പറഞ്ഞാണ് അഭിരാമി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. വിവാഹമോചനത്തിന്റെ പേരിൽ കഴിഞ്ഞ 10 വർഷമായി ഞങ്ങളുടെ പ്രത്യേക ദിനങ്ങൾ നശിപ്പിച്ചത് ഇങ്ങനെയാണ്. അയാളുടെ അടിക്കുറിപ്പ് നോക്കൂ. ഇത് എന്റെ സഹോദരിയെ 3ാം കിടയാക്കുകയാണ്. ശരിക്കും ബുൾഷിറ്റാണ്. ആരെങ്കിലും തങ്ങളെ പിന്തുണച്ചു വന്നാൽ ബലഹീനത. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. സത്യത്തിൽ ഇതാണ് ജസ്റ്റ് സ്റ്റാർ വ്ളോഗ്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല കേട്ടോ. ഇതാണ് ജസ്റ്റ് സ്റ്റാർ വ്ളോഗ്. ഇയാളാണ് ജസ്റ്റ് സ്റ്റാർ വ്ളോഗ്. ഇയാളെ പറ്റിയാണ് അഭിരാമി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇതെന്താ? ഇത് ഞാനല്ല. B4 Blaze കാണുന്നുണ്ടെങ്കിൽ ഇത് ഞാനല്ല, ഇത് വേറെ ആളാണ്. ഇയാൾക്ക് താടിയില്ല, ഇയാൾ വേറെ ആളാണ്. എനിക്ക് എന്നിട്ട് ആ പോസ്റ്റിൽ ഇത് രസം എന്താ അറിയോ? ഇതാണ് ഈ എഡിറ്റിങ്. ഏത് മണ്ടനതൊക്കെ എഡിറ്റ് ചെയ്ത് പൊട്ടനതൊക്കെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ദേഷ്യമല്ല വരുന്നുണ്ട്. അത് ചിരി വന്നു പോവുക. B4 Blaze ഏകദേശം 1,30,000 ആൾക്കാർ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിൽ നിങ്ങൾ B4 Blaze കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അഭിരാമി ഫേസ്ബുക്കിൽ കുറിച്ച് പോസ്റ്റ്, നിങ്ങൾ വെച്ചിട്ടുള്ള ഫോട്ടോ ആദ്യം ഇത് എഡിറ്റിങ്ങിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കണം എന്താണ് അഭിരാമി പറഞ്ഞിട്ടുള്ളത്. അഭിരാമി എന്താ പറഞ്ഞറിയോ?
ഇത്ര നന്നായി സംസാരിച്ചതിന് നന്ദി ചേട്ടാണ്. അത് എൻ്റെ ഇത് വെച്ചിട്ട് എന്നോടാണ് പറഞ്ഞിട്ടുള്ളത്. തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് അജ്ഞാത പിന്തുണ നൽകിയതിന് സർവശക്തനും സ്വർഗത്തിലുള്ള ഞങ്ങളുടെ പിതാവ് മാത്രമേ ഞങ്ങൾ നന്ദി പറയുള്ളൂ. എനിക്കറിയാം, എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് വായിച്ചപ്പോഴേക്കും അവർ ആ വാക്കെൻ്റെ മനസ്സ് തട്ടി. ഇത് അവർ എഴുതിയിട്ടുള്ളത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്തതിന് ആ ഒരു സംഗതി വെച്ചിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇനി B4 ബ്ലേസുകാരൻ്റെ B4 ബ്ലേസ് വീഡിയോസ് അല്ലേ, B4 ബ്ലേസ് വീഡിയോസുകാരൻ്റെ എഡിറ്റർ താൻ ഏത് അടുപ്പിൽ നോക്കിയിട്ടാണ് ഈ ചായത്തെ പിന്നെ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുള്ളത്? ഏകദേശം 1,30,000 ആൾക്കാരെൻ്റെ ആ വീഡിയോ കണ്ടു. ഈ വീഡിയോ കണ്ടിട്ടുള്ള ഈ അഭിരാമി പറഞ്ഞിട്ടുള്ള ബോറനും ആഭാസനും തെമ്മാടിയും തെണ്ടിയും അവർ ആ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടില്ല. അത്രയും വൃത്തികെട്ട രീതിയിൽ അവരെ കുടുംബത്തിനെ വളരെ മോശമാക്കി പറഞ്ഞിട്ടുള്ള ആ വ്യക്തി എൻ്റെ മുഖം വെച്ചിട്ടാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഞാനാണോ? ഞാനല്ല. ജസ്റ്റാർ വ്ളോഗ് എന്നുള്ള വേറൊരു എരപ്പനാണ്. എനിക്ക് അങ്ങനെ തന്നെ പറയണം. ഞാൻ ഈ ചങ്ങായിക്കെതിരെ ഞാൻ ഇങ്ങനത്തെ ലാംഗ്വേജ് ഒന്ന് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല ഈ വീഡിയോ. വളരെ ഒരു ഫണ്ണ് രീതിയിൽ ഇത് ഒഴിവാക്കി വിടണമെന്ന് വിചാരിച്ചാൽ. പക്ഷേ എന്താ സംഭവിച്ചാൽ പിന്നീട് നോക്കുന്ന സമയത്താണ് എൻ്റെ ചാനലിൽ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ഈ തംബ്നെയിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ അടിയിൽ കംപ്ലീറ്റ് തെറി കമൻസ്. എത്ര കമൻ്റ് അറിയാം? ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചത് എന്താ പറയുക, ഞാൻ ഈ കമൻസ് തെറി കമൻസ് ഹെൽത്ത് ഫോർ റിവ്യൂ ആയിട്ടുള്ള കമൻസ് ഒന്നും ഞാൻ വായിച്ചു നോക്കില്ല. വായിച്ചു നോക്കാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ ബാലനെ സപ്പോർട്ട് ചെയ്യുന്ന അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് സൈബർ ബുള്ളിങ് കിട്ടുന്നുണ്ട്. ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും വീഡിയോസ് ഇട്ടതിൻ്റെ പേരിൽ അത്യാവശ്യം നല്ലോണം സൈബർ ബുള്ളിങ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ. പിന്നെ അവരനുഭവിക്കുന്ന അത്രയൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ലല്ലോ എന്നൊറ്റ കാര്യം വിചാരിച്ചിട്ട് ഞാനത് ഒഴിവാക്കി വിട്ടു. എനിക്ക് യാതൊരുവിധ പ്രോബ്ലം ഇല്ല. ഇനിയിപ്പോൾ ബാല ഇത് പറഞ്ഞ് ചെയ്യിച്ചാണ്, എനിക്ക് അതും കൂടി തോന്നുന്നത്. ഇതിൻ്റെ ബാക്കിൽ എതിരുള്ള ആൾക്കാർ പറഞ്ഞ് ചെയ്യിച്ചാണെന്ന് അറിയോ എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത്? മനഃപൂർവ്വം നമ്മൾ ഇതാക്കാൻ, അതോ ഈ എഡിറ്റർ പൊട്ടനായതാണോ എന്താണെന്ന് അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ഇതിനടിയിലൊക്കെ കമൻസ് നോക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തെറി കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ എന്തിനാണ് എനിക്കിത്? അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എന്താ ഈ തെറി ഞാൻ വായിക്കാതെ നിന്നില്ല. ഞാൻ വിചാരിച്ച ഇത്രയേ ഉള്ളൂ, ഒരുപക്ഷെ ചിലപ്പോൾ ബാലനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഇത് പറയുന്നത്. പക്ഷെ അതല്ല, നമ്മുടെ ഫേസ് കണ്ടുവരികയാണ്. നമ്മുടെ ഫേസ് എവിടുന്ന് കണ്ടു? ഈ ജാതി മണ്ടൻ ചാനലുണ്ടല്ലോ, ഈ B4 ബ്ലേസ് പോലത്തെ ഇതുപോലത്തെ മണ്ടൻ ചാനലുകൾ മനുഷ്യൻ്റെ സ്വൈര്യം കളയാനായിട്ട് ഇതുപോലെ ഓരോ പൊട്ടത്തരം കാണിച്ചു വെച്ചു. അപ്പോൾ ഇത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഇത് ഞാനല്ല, എൻ്റെ ഗർഭം ഇങ്ങനല്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ദയവിതല്ല, നമ്മളറിയുന്നത് നമുക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ഞാനല്ല അത്. രണ്ടാമത്തെ കാര്യം, അഭിരാമി ആൻഡ് അമൃത, ഇഫ് യു ഗൈസ് ആർ വാച്ചിങ് മൈ വീഡിയോ, പ്ലീസ് ഇതൊന്ന് ഷെയർ ചെയ്താൽ നിങ്ങൾ അനുഭവിക്കുന്ന അത്ര സൈബർ ബുള്ളിങ് ഒന്നും ഞാൻ അനുഭവിക്കുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നൊരു പ്രശ്നമില്ല കേട്ടോ. ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോസ് അധിക കാലമൊന്നും ഓടില്ല. ഓൾമോസ്റ്റ് കാണേണ്ടവരൊക്കെ കണ്ടു. ഏകദേശം 1.5 ലക്ഷം ആൾക്കാർ കണ്ടു, 1,30,000 ആൾക്കാർ കണ്ടു. കാണേണ്ടവരൊക്കെ കണ്ടു കഴിഞ്ഞു. എൻ്റെ ഫേസ്, അതായത് അമൃതേനെയും അഭിരാമിനെയും ബാലയുടെ കൂടെ നിന്നിട്ട് അമൃതേനെയും അഭിരാമിനെയും സൈബർ ബുള്ളി ചെയ്തിട്ട് ചേട്ടൻ ഇതൊക്കെ അറിയാൻ വേണ്ടി ചേട്ടൻ അവരെ കൂടെ ഉണ്ടായിരുന്നോ, ഞങ്ങളുടെ ഇടയിൽ ചേട്ടൻ ഉണ്ടായിരുന്നോ എന്നൊക്കെ അഭിരാമി ചോദിച്ചിട്ടുള്ള ആ വ്യക്തിയായിട്ട് ഈ കണ്ട 1,00,000 ചില ആൾക്കാരുടെ ഇടയിൽ ജസ്റ്റാർ വ്ളോഗ് എന്നുള്ള പേരായിരിക്കില്ല എൻ്റെ ഈ തിരുമുഖം ആണ് പതിഞ്ഞിട്ടുള്ളത്. അതിന് B4 ബ്ലേസിനോട് നന്ദി പറയുന്നു. ഞാൻ ഇന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നോക്കി, നാളെ ഞാൻ വീണ്ടും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യും. കാരണം വെച്ചാൽ എൻ്റെ ഫോട്ടോ ദയവ് ഇതൊന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ചെയ്യാം, അല്ലാതെ ഞാൻ മണ്ടത്തരായിട്ട് അവിടെ തന്നെ കിടന്നോട്ടെ ഈ ജാതിത്ത്. അല്ലെങ്കിൽ നല്ല അറിയുന്ന വിവരം ബുദ്ധിയുള്ള എഡിറ്റേഴ്സിനെ വെക്കുക, അല്ലേ? അത്രയല്ലേ ഉള്ളൂ. നന്ദിയുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഭിരാമി ആൻഡ് അമൃത, പ്ലീസ്, ഐ എം റിയലി സോറി ദാറ്റ് ഐ ഹാവ് യൂസ് ദീസ് കൈൻഡ് ഓഫ് ലാംഗ്വേജസ്. ഞാൻ ഇങ്ങനെയൊന്നും യൂസ് ചെയ്യുന്ന ആളല്ല. പക്ഷേ എനിക്കിത് കണ്ട സമയത്ത് ഐ ജസ്റ്റ് ഫെൽറ്റ് ലിറ്റിൽ ബിറ്റ് ബാഡ്. കുറച്ചൊന്നും ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അമൃത അഭിരാമിയുടെ അടുത്ത് എത്തിക്കുക. ജസ്റ്റ് എൻ്റെ ഈ ഒരു വീഡിയോ ഞാനല്ല